കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്ത്. 6 വയസ്സുള്ള കുഞ്ഞ് 1 വർഷത്തോളം പീഡനത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരം. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനമുണ്ടായി. സംഭവത്തിൽ പോലീസ് പോക്സോ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. Postmortemly, there are some certain aspects of more offences, and we are investigating into it. അതിനകത്ത് ഇനീഷ്യലി ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് പോലീസിന് കൂടുതലായിട്ട് വിവരങ്ങൾ മനസ്സിലായത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് ഈവനിങ്. നമുക്കറിയാം, ലോകമെമ്പാടും കുഞ്ഞുങ്ങൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഏറെ നടക്കുന്ന ഈ സമയത്ത് തന്നെയാണ് എളമക്കരയിലെ സംഭവവും വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 1 വർഷമായി കുഞ്ഞ് പീഡനത്തിനിരയായിരുന്നു. മറ്റൊന്ന്, അതിന് തൊട്ട് മുമ്പും അതിന്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ മുറിവുണ്ടായിരുന്നു എന്നൊക്കെ അത്രയും നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കൂടുതൽ വിവരങ്ങളാണ് അന്വേഷണ സംഘം പറയുന്നത്? ഏത് രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക? ക്രിസ്റ്റിന, ജനുവരി 16-ാം തീയതിയാണ് എളമക്കരയിലെ വാടക വീട്ടിൽ മകളെയും അച്ഛനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു എന്നതിലേക്ക് കാര്യങ്ങളെത്തി. ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഇവർക്കുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നുള്ളതായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ. പിന്നാലെ 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ സംഭവം നടന്ന 2-ാം ദിവസം തന്നെ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുകൾ ഉള്ളതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ ഡീറ്റെയിൽഡ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഒരു ഗൈനക്കോളജിസ്റ്റിന് കൈമാറിയിരുന്നു. അവരാണ് ഇത് പരിശോധിച്ച ശേഷം വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്, ഇത് 1 വർഷമായി പെൺകുട്ടി അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഈ മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് പോലും പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് എളമക്കര പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അമ്മയെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് അവർക്ക് പീഡന വിവരത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ആ കുട്ടിക്കൊപ്പം അന്നേ ദിവസം ഉണ്ടായിരുന്നത് പിതാവാണ്. പക്ഷേ പിതാവ് നിലവിൽ ജീവനോടെ ഇല്ല. അപ്പോൾ ഇതിന്റെ അന്വേഷണം സങ്കീർണമാണ്. ശാസ്ത്രീയ തെളിവുകൾ, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ തെളിവുകളൊക്കെ സമാഹരിക്കുക എന്നുള്ളത് ഇനി ശ്രമകരമായ ദൗത്യമാണ്. മറിച്ച് മൊഴികൾ, അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ, ഇതെല്ലാമാണ് ഈ കേസിന്റെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എളമക്കര പോലീസ് കടന്നിട്ടുണ്ട്. ഒരു നിഗമനത്തിലേക്ക്, അതായത് എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിലൊരു പെട്ടെന്ന് തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്താനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എളമക്കര പോലീസ് ഉള്ളത്. എത്ര ശ്രമകരമായ ദൗത്യമാണെങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഇനിയൊരു കുഞ്ഞിന് പോലും ഇത്തരം ഒരു അവസ്ഥ വരാതിരിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.